കാരണം ആ കയ്യടി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ കയ്യടി ചോദിച്ച് മേടിച്ചത്. അങ്ങനെ കുറേ നേരമായിട്ട് കുറേ പാട്ടുകളൊക്കെ കേട്ടു. ഹിന്ദി കേട്ടു, തമിഴ് കേട്ടു, മലയാളം കേട്ടു. നാടൻ പാട്ടിൻ്റെ ആൾക്കാരൊക്കെ എവിടെ പോയി? ഇഷ്ടമാണോ നാടൻ പാട്ട്? ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞ പോലെ മണിച്ചേട്ടൻ ഒരുക്കി വെച്ച വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. വലിയൊരു ആ പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കലാകാരന്മാരിലൊരു കലാകാരനാണ് ഞാനും ചെറിയൊരു ചാലക്കുടിക്കാരനാണ്. അപ്പോൾ ഇവിടെ ഈ എക്സ്പെക്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നാടൻപാട്ട് എത്ര പേർക്ക് അറിയുമെന്ന് അറിയണ്ടേ? അത്യാവശ്യം നിങ്ങളൊക്കെ ഓഫീസിൽ ജോലി ചെയ്യാലും തിരിച്ചു വരികയാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ യാത്രക്കിടയിലൊക്കെ നാടൻപാട്ട് കേൾക്കണ്ടാവും അല്ലേ? ഓക്കെ, ആ നാടൻപാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം കൈയടി ആർക്ക് കൊടുക്കണ്ടേ? മണിച്ചേട്ടനൊരു കൈയടി കൊടുത്ത ആദ്യം. പിന്നെ ഞാൻ എന്തിനാണെന്നറിയാം, ഞാൻ ഈ വേഷം ഇങ്ങനെ ഇട്ടതിൻ്റെ കാരണം മറ്റൊന്നല്ല, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ കണ്ണിനും കൂടി ഒരു സുഖം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടതാ. പിന്നെ ഇത് ഉള്ള കാര്യം തുറന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ തലയിൽ വെച്ചേക്കണം നല്ല ഒന്നാന്തര ഒറിജിനൽ വിഗ്ഗ, മുടിയല്ല. പിന്നെ കയ്യിൽ ഇത് സ്വർണ്ണമല്ലാട്ട ചെമ്പാണ്, വേറെ ഒന്നും മേടിക്കും. ഇനി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഡ്യൂട്ടി അടയ്ക്കേണ്ട അവസ്ഥ വരാണ്ടിരുന്ന ബാക്കിയായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ട് വരുന്നത് ആ മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട്, അദ്ദേഹത്തിനോടെ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കണ്ണിന് സുഖം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. വേഷം ഇഷ്ടമെങ്കിൽ വേഷത്തിന് ഒരു കയ്യടി കൊടുക്കാട്ടോ. അപ്പൊ ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് അറിയോന്ന് അറിയണ്ടേ, നാടൻപാട്ട് എത്ര പേർക്ക് അറിയോന്ന് അറിയണ്ടേ? ഓടണ്ട ഓടണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം, ഓമന, ഞാൻ ഇവിടേക്ക് വരാം. ഓമന ചുണ്ട, ഓമന ചുണ്ടത്തു ആർക്ക് കൊടുക്കും? അത് കറക്റ്റ്. വെറുതെ ഒരു ഉമ്മ കൊണ്ട് വേസ്റ്റ് ആക്കരുത്. കണ്ണിമങ്ങ പ്രായത്തിൽ മാമ്പഴമാകട്ടേന്ന് ഉറക്കെ എന്റെ വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നാലോ? എവിടെയായിരുന്നു ഞാൻ? എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഇവിടെ ഒന്ന് വിളിച്ചിരിക്കുക. പകല് മുഴുവൻ പണിയെടുത്ത് എന്റെ മോളെ കത്തത്തില്ല കല്ല്. അത് പറഞ്ഞപ്പോ എന്താ സന്തോഷം നോക്കിയ. വരുത്തന്റെ ഒപ്പം മോളിച്ച് ചാടിയ നിന്റെ പരക്കം പാത്തിനൊതുക്കം കിട്ടിയോടി. ആളുള്ള കാര്യം തുറന്നു പറയും. അതാണ് നമുക്ക് ഇങ്ങനത്തെ ഹാപ്പി ആയിട്ട് വൈബായിട്ടിരിക്കുന്ന ഓഡിയൻസ്. നിങ്ങളുടെ സ്നേഹം, സന്തോഷം, കയ്യടി ഒക്കെ ഇനി നാടൻ പാട്ടിന് കൊടുക്കണം. നമുക്ക് കുറച്ച് സമയം ചാലക്കുടിക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഏതാ പാടണ്ടേ? ചാലക്കുടി എന്ത് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്ന പാട്ട് ഏതാ? ചന്തക്ക് പോകുമ്പോ അല്ലേ? നോക്കാം, നിങ്ങൾ പാടുമെന്ന് പറയണ്ടേ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൂട്ടില് നെയ്യുള്ള പിടക്കണ മീനാണേ. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അത്യാവശ്യം ചുറ്റുവട്ടത്തുള്ളവർ അറിയണം. താഴത്തേക്ക് വരെ കേൾക്കണം എന്നുള്ളതാണ്. അതിന് കയ്യടി മാത്രം പോരാ, എല്ലാവരും ഉറക്കൊന്ന് കൂവിയ. ആരോഗ്യം പോരാ, ഇനി കൂവിക്കൊണ്ട് കൈയടിച്ചാൽ. നമുക്ക് വേണ്ടത് ഇതാണ്. ഒച്ചപ്പാട് വേണം, ബഹളം വേണം, കയ്യടി വേണം, എല്ലാം വേണം. എന്നാലാണ് അതിൻ്റെ ഒരു വൈബ് ആവുള്ളൂ. ഓക്കെ, ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കിട മീനാടേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കിട മീനാടേ. എന്റെ ബാക്കിലെ ചേട്ടന്മാരിൽ തുള്ളിച്ചാട്.
ഓടിയോടാ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കറി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടക്കിട മീനാണ്. കച്ചവടം പോയല്ല കാശും പോയി. പെണ്ണെ ചിരിക്കണ കണ്ണന്റെ കച്ചവടം പോയല്ല കാശും പോയി. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ളൂ മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. സൂക്ഷിച്ചിടണോ അമ്മയുടെ അടി നോക്കി വളർത്തുന്ന പ്രായം കഴിഞ്ഞ പെണ്ണേ. അമ്മയുടെ അടി പേടിച്ചു നിൽക്കണ പ്രായമിത പെണ്ണേ. പാവാട പ്രായം പെണ്ണെ സൂക്ഷിച്ചിടണോ അമ്മയുടെ അടി നോക്കി വളർത്തുന്ന പ്രായം കഴിഞ്ഞ പെണ്ണേ. അമ്മയുടെ അടി പേടിച്ചു നിൽക്കണ പ്രായമിത പെണ്ണേ. റെസൊല്യൂഷൻ കൊടുക്കണേ. ഇൻസൈഡ് ബസ് ആലത്തൂരങ്ങാതിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണോ ആൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം ഒന്നു നിറഞ്ഞത് കണ്ണട കണ്ടേ ഞാൻ. ആലത്തൂരങ്ങാതിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണോ ആൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം ഒന്നു നിറഞ്ഞത് കണ്ണട കണ്ടേ ഞാൻ. എന്താ പേര്? സുഷമ്മ. അത് സൂക്ഷിച്ച് നടക്കണോണ്ടോ സുഷമ്മ എന്നിട്ടത്? ഭയങ്കര സൂക്ഷം കൂടുതലായോണ്ടായിരിക്കും സുഷമ്മ എന്ന പേര്. തിന്നുന്നല്ല ഒരു കാണട്ടെ. അല്ല ഏതാണ്ട് എന്റെ അതേ കളറ് പോലല്ലേ? ഞങ്ങൾ ഏതാണ്ട് സെയിം അല്ലേ? ഏതൊക്കെ പാട്ട് മണിച്ചേട്ടൻ്റെ ഏതൊക്കെ പാട്ടൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടി വെറുതെ ചുമ്മാ പാടിയ ഏതെങ്കിലും. നമുക്ക് മാമ്പഴമാവാം. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേത്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേത്. വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരെ
പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ മഞ്ഞ ചുരിദാറ് ആരുടെ കാശാനേടി എന്റെ മുന്നാലെ ആരുടെ കാശാനേടി ഇന്നലെ നീട്ട ആ മഞ്ഞ ചുരിദാറ് ആരുടെ കാശാനേടി എന്റെ മുന്നാലെ ആരുടെ കാശാനേടി കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പാരക്കമ്പാച്ചിലി നോതുക്കം കിട്ടൂടി തങ്കമ്മേ ആണിന്റെ മാനകം കാക്കണ താരടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണിന്റെ മാനകം കാക്കണ താരടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ വരുത്തന്റെ ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പാരക്കമ്പാച്ചിലി നോതുക്കം കിട്ടൂടി തങ്കമ്മേ ആണിന്റെ മാനകം കാക്കണ താരടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ കടിച്ചതില്ലടി തങ്കമ്മേ കരുത്തല്ലൊരുത്ത കെട്ടോലില്ലടി തങ്കമ്മോ ഇപ്പൊ പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കമ്മേ ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ ഇത് പഴനിയാട്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മോ ഇത് പഴനിയാട്ടവൻ കനിഞ്ഞതാണ് മരത്തിന്റെ ഒളിച്ച് ചടിയ തങ്കമ്മേ ഇത് പറക്കമ്മ ലോതുക്കം കിട്ടൂടി തങ്കമ്മേ വരുത്തന്റെ ഒളിച്ച് ചടിയ തങ്കമ്മോ ഇത് പറക്കമ്മ ലോതുക്കം കിട്ടൂടി തങ്കമ്മേ പോയടി തങ്കമ്മേ ഇന്നലെ പോകുമ്പോ അങ്ങോട്ട് ചടിയ തങ്കമ്മോ ഈ അണി പോകുമ്പോ ഇങ്ങോട്ട് ചടിയ തങ്കമ്മേ ഞാൻ വയസ്സനല്ലടി കളവനല്ലടി തങ്കമ്മോ ഇത് പഴനിയാണോ കളിഞ്ഞതാണടി തങ്കമ്മേ ആ വയസ്സനല്ലടി കളവനല്ലടി തങ്കമ്മോ ഇത് പഴനിയാണോ കൈകടിക്ക് തങ്കമ്മേ മരത്തിന്റെ പൊടിച്ച് ചടിയ തങ്കമ്മേ ഇത് പറക്കം പച്ചിരുന്നത് കങ്ങടി തങ്കമ്മേ ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി 100 നോട്ടിന് ഞാൻ പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ ടിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി 100 നോട്ടിന് ഞാൻ പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ ടിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി
നടത്തിയിറന്ന വണ്ടി എല്ലുമുറിയ പണിയെടുത്തു കപ്പക്കട്ടൻ കുടിച്ച കാലം പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്നു നടന്നൊരു കുട്ടിക്കാലം എല്ലുമുറിയ പണിയെടുത്തു കപ്പക്കട്ടൻ കുടിച്ച കാലം പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്നു നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകൾ ഇന്നും തിരിച്ചറിയുമെന്നു ഞാൻ കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകൾ ഇന്നും തിരിച്ചറിയുമെന്നു ഞാൻ സ്പീഡ് കൂട്ടിയാലോ ആരടുമാവാത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മതി ആരടുമാവാത്ത കാലത്ത് ഞാനന്ന് പൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മതിക്ക് ദൈവമാണ് വണ്ടി ഊരിനെ നോട്ടിന് രാമകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ വലിച്ചിന കയ്യിൽ നടുവ് തളർത്തി ഉറത്ത വണ്ടി അച്ഛനുള്ളൊരു കാലത്തിലടി എന്റെ കുഞ്ഞേടി പിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞിനാണ് ചെറുപ്പത്തിലടി എന്റെ കുഞ്ഞേടി പിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലടി എന്റെ കുഞ്ഞേടി പിന്നെ ഞാൻ കണ്ടതല്ലേടി ആനവരമ്പത്ത് എന്റെ കുഞ്ഞേലി പിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുണ്ടൊരു കാലത്തിലടി എന്റെ കുഞ്ഞേലി പിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞിനാൾ ചെറുപ്പത്തിലടി എന്റെ കുഞ്ഞേലി പിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുണ്ടൊരു കാലത്തിലടി എന്റെ കുഞ്ഞേലി പിന്നെ ഞാൻ കണ്ടതല്ലേടി പിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞേലി കണ്ടതല്ലേടി പിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞേലി കണ്ടതല്ലേടി പിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞിനാൾ ചെറുപ്പത്തിലടി എന്റെ കുഞ്ഞേലി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ഐ ലവ് യു ഏതാണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല മൂഡിലിരിക്കുകയായിരിക്കും അല്ലേ വളരെയധികം സന്തോഷമുണ്ട് സമദക്കയുടെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രോഗ്രാം വീണ്ടും ഇവിടെ വരാൻ പറ്റിയത് സമദക്കയാണ് ഫസ്റ്റ് ടൈമിൽ ആദ്യം എന്നെ ദുബായിൽ കൊണ്ടുവരുന്നത് ഇക്കയുടെ കെയറോപ്പിലാണ് അപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി എന്നാൽ ഞാൻ പോയിട്ട് വരാം